ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും വലിയൊരു അലിഗേഷനാണ് അനുമോൾക്ക് നേരെ ഉറ്റ സുഹൃത്തായ ആദില തൊടുത്തു വിട്ടിട്ടുണ്ടായത്. അത് മറ്റൊന്നുമല്ല, തൻ്റെ കയ്യിൽ അനുമോൾ PR-ൻ്റെ നമ്പർ തന്നു എന്നും അതുപോലെ തന്നെ അക്ബറിനെ ചെളിവാരി എറിയണം, കരിപ്പൂശണം, സൈബർ അറ്റാക്ക് നടത്തണം എന്നെല്ലാം അനുമോൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് അനുമോൾക്ക് നേരി വലിയൊരു അലിഗേഷനായിട്ട് ആദില പറഞ്ഞത്. ഇത് അക്ബർ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ലൈവ് വൈകുന്നേരം അനുമോള് ചങ്ക് പൊട്ടിയിരുന്ന് കരയുന്ന സീൻ നമ്മൾ കണ്ടതാണ്. മണിക്കൂറുകളോളം ആ കുട്ടി അവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും അതിൻ്റെ എക്സ്പ്ലനേഷൻ അത് പറയുന്നുണ്ട്. ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ നമ്പർ എഴുതി കൊടുത്തു, അത് ഇപ്പോഴല്ല, വൈൽഡ് കാർഡ്സ് വരുന്ന സമയത്തായിരുന്നു, ആ ഒരു എവിക്ഷൻ്റെ സമയത്തായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നോമിനേഷൻ ഉള്ള സമയത്ത് ഒരാൾ പോകുമ്പോൾ മറ്റൊരാളുടെ കയ്യിൽ നമ്പർ കൊടുത്തതാണ്. അവളുടെ നമ്പർ എനിക്കും എൻ്റെ നമ്പർ അവൾക്കുമാണ് കൊടുത്തത്. ഇന്നും അവൾ എഴുതി തന്ന ആ നമ്പർ എൻ്റെ കയ്യിനകത്തുണ്ട്. ടിഷ്യൂ പേപ്പറിനകത്ത് ഞാൻ എഴുതി അവൾക്ക് കൊടുത്തത് എൻ്റെ നമ്പറാണെന്ന് ആവർത്തിച്ച് പറഞ്ഞു. ആദ്യം എല്ലാവരും അത് നിഷേധിച്ചപ്പോഴും അനുമോൾ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൂറനോട് പോയി അനുമോൾ ചോദിക്കുമ്പോൾ നൂറ പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള കാര്യമാണ്, അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നൂറ കൈ മലർത്തിയിട്ട് ഒരു ഭാവ വ്യത്യാസം ഇല്ലാണ്ട് അവിടെ അങ്ങ് ഒരു ഇരിപ്പങ്ങാടിയിരുന്നു. അതിനുശേഷം ബ്ലൈൻഡ്സ് മാറ്റിയതിന് ശേഷം അനുമോള് നേരെ ബെഡ്റൂമിലോട്ട് കയറി ചെന്ന് തൻ്റെ കയ്യിൽ എഴുതി തന്ന നമ്പർ എടുത്ത് നിവിൻ്റെ കയ്യിൽ കാണിച്ചു കൊടുത്തു. ആ സമയത്തുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു വേദന വരും. നമ്മൾ ഉറ്റ സുഹൃത്തുക്കളാണെന്ന് വിചാരിച്ച് കൂടെ കൂട്ടുന്നവർ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും പൊറിഞ്ചം വെട്ടി വീഴ്ത്തുകയാണ്. ഇവിടെ സെയിം ടൈം നൂറ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് പോകുന്നത് കാണിക്കുന്നുണ്ട്. അത് ലൈവിൽ നല്ല വ്യക്തമായിട്ട് കാണിച്ചെങ്കിൽ അത് എപ്പിസോഡിൽ 2000 എപ്പിസോഡിൽ അത് മുക്കിയിട്ടുണ്ട്. എത്ര വലിയ അലിഗേഷനാണല്ലേ അനുമോൾക്കെതിരെ ആദില പറഞ്ഞത്. ഇതിൻ്റെ പേരിൽ അക്ബർ വലിയൊരു നാടകം അവിടെ കളിച്ചു. അക്ബർ കളിച്ച നാടകം എന്താണെന്നും അക്ബറിന് അതിനകത്തുള്ള പങ്ക് എന്താണെന്നും അക്ബർ എന്തുകൊണ്ടാണ് ഈ നാടകം ഇപ്പോൾ കളിച്ചതെന്നുമുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.